നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം യതീം മക്കളെ പരിഗണിക്കണം എന്നുള്ള ഒരു വിഷയമാണ്. നമ്മൾ ധാരാളം യതീം മക്കളെ സഹായിക്കാറുണ്ട്. എന്താണ് യതീം മക്കളെ മാത്രം സെലക്ട് ചെയ്ത് സഹായിക്കുന്നത്? അതിൻ്റെ പ്രതിഫലം എന്താണ്? ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്വന്തക്കാരിൽ തന്നെ ഒരു യതീമായ കുട്ടിയുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത്. ഒരു കുടുംബത്തിൽ യതീമുണ്ടെങ്കിൽ അവനെ പോറ്റി വളർത്തി സ്വർഗം വാങ്ങാൻ നോക്കണം. സമ്പാദ്യവും സംരക്ഷണവും കൊടുത്ത് സ്വർഗം വാങ്ങണം. ഒരു യതീമായ കുട്ടി നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തിലേക്കുള്ള വകയാണ് എന്ന് കണക്കാക്കണം. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങളാണ് യതീമായ കുട്ടിയെ സംരക്ഷിച്ചാൽ കിട്ടുന്നത്. യതീം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിയുന്ന വീടാണ് മുസ്ലിം വീടുകളിൽ ഏറ്റവും നല്ല വീട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് യതീം മക്കളെ മാത്രം, കരയുന്ന ഒരു യതീമിൻ്റെ വീടുണ്ടെങ്കിൽ അത് വളരെ പ്രയാസമാണ് നമുക്ക്. അപ്പോൾ യതീമിൻ്റെ കണ്ണുനീര് വീണ ആ സ്ഥലം അത് വല്ലാത്ത അദാബുകൾ ഇറങ്ങാൻ തന്നെ കാരണമാവും. അപ്പോൾ അവർ സന്തോഷത്തോടെ ഇരിക്കണം. അതിനുവേണ്ടി നമ്മൾ അവർക്ക് വേണ്ട ഉപ്പയില്ലാതെ വളർന്ന ആ മക്കളെ നമ്മളെന്ത് ചെയ്യണം? അതറിയിക്കാതെ പോറ്റി വളർത്തണം. യതീമിനെ പരിഗണിക്കുന്ന ആൾ തങ്ങളുമായി നല്ല ബന്ധമുള്ള മഹബത്തുള്ള ആളാണ്. കാരണം ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യതീമാണ്, ഉപ്പയെ കണ്ടിട്ടില്ല. അപ്പോൾ ആ തങ്ങളുമായി ഒരു മഹബത്ത് യതീമിനെ സംരക്ഷിക്കുന്നവർക്കുണ്ടാവും. ഒരു യതീമിനെ നമ്മൾ കണ്ടാൽ ആ യതീമിൻ്റെ തലയിൽ നമ്മുടെ രണ്ട് കൈയും വെച്ച് തലോടിയാൽ, യതീമിനൊന്ന് തലോടിയാൽ നമ്മുടെ ഉള്ളം കയ്യിൽ എത്ര മുടി നമ്മുടെ ഉള്ളം കയ്യിൽ തട്ടും അത്രയും പാവങ്ങൾ അള്ളാഹു തആല പുറത്തു തരുന്നുള്ളതാണ്. മനസ്സിൻ്റെ കട്ടി അള്ളാഹു കുറച്ച് കൊടുക്കും. ദുനിയാവിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ പരിഹാരം ചെയ്തു കൊടുക്കും. ആഖിറത്തിൽ ദറജ ഏറ്റിക്കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങളാണ് യതീമിനെ സഹായിച്ചാൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഹബീബായ് തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് മനസ്സിന് വല്ലാത്ത കട്ടിയാണ്, ഒന്നും അങ്ങോട്ട് ചെയ്യാൻ കഴിയുന്നില്ല, മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആ മനുഷ്യന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, നീ ഒരു യതീമിനെ പോറ്റി വളർത്തണം, യതീമിനെ നീ ചേർത്ത് പിടിക്കണം എന്നാണ് പറഞ്ഞത്. ആ യതീമിനെ നീ സഹായിക്കുകയും നിൻ്റെ കൂടെ ആ കുട്ടിയെ വളർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ആ യതീമിനോടുള്ള എത്രത്തോളം പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നാളെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അമ്പിയാക്കളുടെ ഇടയിലൂടെ ഒരു പെണ്ണ് ഓടി വന്നിട്ട് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും മുമ്പ് സ്വർഗത്തിലേക്ക് കടക്കാനായിട്ട് ഓടി വരും. ഇത് അള്ളാഹു കാണിച്ചു കൊടുത്തു, സഹാബാക്കൾക്ക് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആരാണ് ആ പെണ്ണ് എന്ന് തങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയും, തങ്ങൾ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ആരാണെന്നറിയോ? പറയണം, എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ വേറെ വിവാഹം കഴിച്ചില്ല, എൻ്റെ മക്കളെ പോറ്റി വളർത്തി പഠിപ്പിച്ചു, അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും വേണ്ട കഴിവെല്ലാം കൊടുത്ത് വളർത്തി, ദീനി നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ആ പെണ്ണിന്, ആ വിധവയായ ഭർത്താവ് മരിച്ച മക്കളെ ആ വിഷമം അറിയിക്കാതെ പോറ്റി വളർത്തിയ ആ സഹോദരിക്ക്, ആ സ്ത്രീക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ഇത്. അപ്പോൾ ഭർത്താവ് മരിച്ച ആ വിധവയ്ക്ക്, ആ സഹോദരിക്ക് കിട്ടുന്ന പ്രതിഫലം പോലും ഇത്രയാണ്. അതെന്തുകൊണ്ടാണ്? യതീമായ മക്കളെ വളർത്തി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്വന്തക്കാരെയായാലും സ്വന്തക്കാരല്ലാത്തവരെയായാലും നമ്മൾ വളർത്തിയാൽ, നമ്മൾ അവർക്ക് സംരക്ഷണം കൊടുത്ത ഭക്ഷണമായിട്ടോ വസ്ത്രമായിട്ടോ വിദ്യാഭ്യാസമായിട്ടോ ഏത് നിലയിലും അവർ ഉപ്പയില്ല എന്നുള്ള ഒരു വിഷമം അറിയിക്കാതെ നമ്മൾ അവളെ വളർത്തിയാൽ, സംരക്ഷിച്ചാൽ, സഹായിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഈ പറഞ്ഞത്.
ഇൻഷാ അല്ലാ നിങ്ങളെ കൊണ്ടൊക്കെ കഴിയുന്ന സഹായങ്ങൾ മാസത്തിലൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ ചെറിയ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ചെറിയൊരു തുക നിങ്ങൾ ഈ യതീം മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ച് നോക്കുക. നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും. പറഞ്ഞല്ലോ ഒരു സംഭവം, തങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞത്, മനസ്സ് എല്ലാത്തിനും നമുക്ക് ഒരു ഹയറുണ്ടാവും, മനസ്സ് നല്ല ക്ലിയർ ആവും, കൂടുതൽ നന്മകൾ ചെയ്യാനും ഇത്തരം അവരുടെയൊക്കെ ഒരു ദുആ നമുക്ക് കിട്ടിയാൽ അത് വലിയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ ഉണ്ടാവും. കാരണം യതീം മക്കളുടെ കണ്ണുനീര് ഭൂമിയിലൊട്ടിയാൽ അത് ഭയങ്കര ശിക്ഷയ്ക്ക് അദാബിന് ഇടയാകും എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് വീടുകളിൽ വെച്ച് ഏറ്റവും സന്തോഷമുള്ള, മുസ്ലിം വീടുകളിൽ വെച്ച് ഏറ്റവും സന്തോഷമുള്ള വീട് അത് യതീമിൻ്റെ വീടാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ സന്തോഷത്തോടെ ഇരിക്കണം. ഇൻഷാ അല്ലാ കഴിയുന്നവരൊക്കെ അടുത്തുള്ളതും അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളിലെ യതീം മക്കളെയൊക്കെ സഹായിക്കണമെന്ന് ഈ ഒരു സംഭവത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. സഹായിച്ചവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.